നമസ്കാരം, ഞാൻ ഷിനു Suryanarayanan. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പാനിപൂരി റെസിപ്പി എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്നാണ്. നമ്മളെല്ലാവരും പുറത്ത് പോയി കഴിച്ച് പാനിപൂരി കഴിച്ച് അതിൻ്റെ ഒരു ടേസ്റ്റ് അതിനേക്കാളും നമ്മൾക്ക് വീട്ടിലുണ്ടാക്കുന്ന ഒരു പ്രിസർവേറ്റീവ്സും ഒന്നുമില്ലാതെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവം കൂടിയാണ് പാനിപൂരി. അതുണ്ടാക്കാൻ നമ്മൾക്ക് ആദ്യം മാവ് കുഴയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് മാവ് കുഴച്ച് അതിൻ്റെ കുറച്ച് പ്രോസസ്സിംഗ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യം പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് റവ, 3 സ്പൂൺ മൈദ, ആവശ്യത്തിന് ഉപ്പ്, ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴയ്ക്കാം. ആദ്യം നല്ല ടൈറ്റൊക്കെ ഉണ്ടാവും, പക്ഷെ കുഴച്ച് അത് 5 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് കുഴയ്ക്കുമ്പോൾ ആ ടൈറ്റൊക്കെ മാറും. അപ്പോൾ ഇത് ഉണങ്ങാതിരിക്കാൻ നനഞ്ഞ തുണി ഒന്ന് വിരിച്ച് വയ്ക്കുക. ആവശ്യമായിട്ടുള്ള നമുക്കിനി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ ചെയ്യാം. ഇത് മുക്കി കഴിക്കാൻ നമുക്ക് പുതിന പാനിയാണ് ഉണ്ടാക്കേണ്ടത്. അതിന് പുതിന 1 കപ്പ്, മല്ലിയില 3 പച്ചമുളക്, 1 തുണ്ട് ഇഞ്ചി, നാരങ്ങ നീരൊഴിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ചാറ്റ് മസാലയോ ഡ്രൈ മാംഗോ പൗഡർ ഉണ്ട്, അത് കിട്ടും, അത് വേണമെങ്കിൽ നമ്മൾക്ക് ഇതിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇത് അരഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്, അതിടുക. പിന്നെ 1 ടീസ്പൂൺ ക്യുമിൻ സീഡ്, അതായത് ജീരകത്തിൻ്റെ പൊടിയാണ്, അത് 1 ടീസ്പൂൺ, അത് ഇടുക. നമ്മൾക്ക് ഇതിലേക്ക് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തണുത്ത വെള്ളമെന്ന് വെച്ചാൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. നമുക്കിതിലേക്ക് ഉപ്പ് ആവശ്യം ആണ് എന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അവരതിൻ്റെ ഇഷ്ടം പോലെ ചേർക്കുക. ഒരു മധുര ചട്നി പോലെയാണ്, അതായത് പുളിവെള്ളമാണിത്. നമ്മൾ ഈ പുളി അരച്ച് പുളിവെള്ളം, പിന്നെ കുറച്ച് ഒരു 4-5 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെല്ലമാണ്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ മധുര ചട്നി ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ആദ്യം ഇതിലേക്ക് നല്ല ചൂട് നമ്മൾ ഈ പുളിവെള്ളം ഇതിലേക്ക് ഒഴിക്കുക. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് വെല്ലം, ഞാൻ 2 വെല്ലമാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്. ഇതിൽ വെല്ലത്തിൽ കല്ലുണ്ട് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾക്ക് കല്ലുണ്ടെന്നൊരു സംശയം ഉണ്ടെങ്കിൽ വെല്ലം വേറെ നമ്മൾ പാവ് പോലെ കാച്ചിയിട്ട് ജസ്റ്റ് വെള്ളത്തിൽ കാച്ചിയിട്ട് നമുക്ക് ഇതിലേക്ക് അരിച്ചൊഴിക്കാവുന്നതാണ്. ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. അത് തിളച്ച് കുറുകി വരുമ്പോൾ നമ്മളത് മിക്സി ജാറിൽ ഇട്ട് അടിച്ചെടുക്കുക. നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് 3 മൈദ മാവൊക്കെ ഇട്ടിട്ട് പരത്തിയാൽ മതി, നന്നായിട്ട് അടിപൊളിയായി വരും. നമ്മൾ ഇങ്ങനെ പരത്തി വെച്ചതിന് ശേഷം ഈ മൂടി കൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ബാലൻസ് വരുന്ന മാവിന് നമുക്ക് എഗെയിൻ പരത്തി ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൂരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാകാൻ വയ്ക്കുക. എണ്ണ ചൂടാകുന്നതിന് ശേഷം ഒരുപാട് ചൂടും പാടില്ല, എന്നാൽ ഒരുപാടിട്ട് കുറവും പാടില്ല. നമ്മുടെ പൂരി റെഡി ആയിരിക്കുകയാണ്. അടുത്തതായിട്ട് പൂരിൻ്റെ ഉള്ളിൽ സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ വേവിച്ച് ഉടച്ച് വെച്ചതാണ്. നമ്മൾക്ക് പൊട്ടറ്റോവും കുറച്ചിടാം, കുറച്ച് മല്ലിയില, കുറച്ച് വലിയ ഉള്ളി, കുറച്ച് ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഒരു പിഞ്ച് ജീരക പൊടി,
ഒരു പൊട്ട് മുളക് പൊടി. നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളിതെല്ലാം കുഴച്ച് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്നുകൂടി ഒരു പൊട്ട് ഉപ്പിട്ടിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും റെഡിയായി. അപ്പം പാനിപ്പൂരിയുടെ എല്ലാം റെഡി ആയിരിക്കണം. അപ്പം നമ്മൾക്ക് ഒന്നെടുത്ത് ഉണ്ടോ, നന്നായിട്ട് അടിപൊളിയല്ലേ. അതിലേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് സ്റ്റഫിങ് ഇട്ട് കൊടുക്കാം. അടിപൊളി തന്നെ കേട്ടോ, ഒരു രക്ഷയില്ല. അടിപൊളി പറഞ്ഞാൽ അടിപൊളി തന്നെ. ഇതിപ്പോൾ തീരുന്ന കഥ അറിയില്ല, അത്ര അടിപൊളിയായിട്ടുണ്ട്. ആ പുളിപ്പും മധുരവും ആ ടേസ്റ്റ് തന്നെ വേറെ ലെവല്. അപ്പോൾ എല്ലാവരും അത് ചെയ്ത് നോക്കുക. അപ്പോൾ ചെയ്തിട്ട് ഇതിൻ്റെ എന്തെങ്കിലും അഭിപ്രായങ്ങളും ഇതൊക്കെ നമ്മുടെ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള തുടർന്നും അടിപൊളി വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരുന്നവരെ ഞാൻ നിങ്ങളുടെ ഷിനു സുരേന്ദ്രനാണ്, സൈനിങ് ഓഫ്.